പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഞായറാഴ്ച ദിവസം ജനിച്ച ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 15 വിശേഷപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. നിങ്ങൾ ജ്യോതിഷ വിശ്വാസിയായിരിക്കാം, ജ്യോതിഷ വിശ്വാസി അല്ലാതായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ഹൈന്ദവതയിൽപ്പെട്ട ഒരു വ്യക്തി തന്നെ ആയിരിക്കണമെന്നില്ല. പക്ഷേ നിങ്ങളുടെ ജീവിതവൃത്തിയെക്കുറിച്ച്, അതായത് നിങ്ങളുടെ ഒരു പ്രകൃതത്തെക്കുറിച്ച് ഞാനിതിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒന്നായിരിക്കും എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയമില്ല. കാരണം നമ്മുടെ ജീവിതത്തിലെ ചില പാളിച്ചകൾ മാറ്റിവെക്കാനും ഒപ്പം തന്നെ പുതുതായിട്ട് കിട്ടുന്ന അറിവുകളെ സ്വായത്തമാക്കി പുതിയ ജീവിത വഴി തുറക്കാനും ഇത് വളരെ സഹായകരമാകും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. നിങ്ങളുടെ ചില പോസിറ്റീവുകളെയും അല്ലറ ചില്ലറ നെഗറ്റീവുകളെയും മനസ്സിലാക്കി ഒരു പുതിയ വഴിത്താരയിലൂടെ നല്ലൊരു ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ ഈ വീഡിയോ എന്നെന്നും സഹായിക്കുന്നതാണ്. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദ്ര മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ സംബന്ധമായ, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിന്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, കമന്റ് ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. മാത്രമല്ല ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെയും കൂടി ഉൾക്കൊള്ളിക്കാൻ പറ്റും. ഒരു മാസത്തേക്കായിരിക്കും ഇത് ചെയ്യുക. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴേ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. അതിനായിട്ട് ഇതുവരേക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം. ഒപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണം. ഇത് പറയണ എന്തിനാണെന്ന് അറിയുമോ? ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴായിരിക്കും റെക്കമെൻഡേഷനായിട്ട്, നോട്ടിഫിക്കേഷനായിട്ട് യൂട്യൂബ് നിങ്ങൾക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ച് അറിയിപ്പ് നൽകുക. എങ്കിലല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് അതിൽ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് പ്രയോജനപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഞായറാഴ്ച ജനിച്ചവരുടെ ചില പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നൊന്ന് പരിശോധിക്കാം. ഞായറാഴ്ച എന്ന് പറയുന്നത് സൂര്യന്റെ ദിവസമാണ്, ഉണർവിന്റെ ദിവസമാണ്, ഊർജത്തിന്റെ ദിവസമാണ്, പ്രസരിപ്പിന്റെ ദിവസമാണ്. ഈ ദിവസം ജനിച്ചവർക്ക് ഒട്ടേറെ പ്രത്യേകതകളുണ്ട് എന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട. അല്ല, ആദ്യത്തേത് എന്ന് പറയുന്നത് നേതൃത്വ ഗുണം എന്നുള്ളതാണ്. അതെ, വളരെയധികം നേതൃത്വ പാഠവും പ്രദർശിപ്പിക്കാൻ കഴിയുന്നവരായിരിക്കും ഞായറാഴ്ച ദിവസം ജനിക്കുന്നവർ. ഒരു 10 പേർ ചേരുന്ന ഒരു കൂട്ടത്തിൽ ചെല്ലുമ്പോൾ അവിടെ അവരെ ഒന്ന് സംഘടിപ്പിച്ച് തൻ്റെ പ്രസൻസ്, തൻ്റെ കാര്യങ്ങളെ പൂർണ്ണമായിട്ട് അവരിലേക്ക് എത്തിച്ച് അവരുടെ ഒരു ലീഡറായി മാറാൻ ഇവർക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ഒറ്റൊരിടത്തും അങ്ങനെ പിന്തള്ളപ്പെട്ടു പോകുന്ന ഒരു വ്യക്തിയായിട്ട് ഈ ഞായറാഴ്ച ദിവസം ജനിച്ച ആള് കാണപ്പെടുകയില്ല. മാത്രമല്ല, ഏതെങ്കിലും കാലഘട്ടത്തിൽ അവരങ്ങനെ പിന്തള്ളപ്പെട്ടിട്ടുണ്ടെങ്കിലും സ്വശക്തി ആർജിച്ച് അവർ പിന്നീട് മുൻനിരയിലേക്ക് വന്നിട്ടുമുണ്ട്. അല്ലാതെ എന്നും അവിടെ ചടഞ്ഞുകൂടി കിടക്കുകയില്ല. അതാണ് അവരുടെ പ്രത്യേകത. അതുകൊണ്ട് ഞായറാഴ്ച ദിവസം ജനിച്ചവർ, അവർ സമൂഹത്തിന്റെ ഏത് കോണിലാവട്ടെ, അവർ അവരുടേതായ ഫീൽഡിൽ അവരൊരു ടോപ്പർ സ്ഥാനത്തേക്ക് ഉയർന്നു വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അത് ഇവരുടെ കരിയറിനെ മെച്ചപ്പെടുത്താനും ജീവിതത്തിന് ഏറ്റവും ക്വാളിറ്റി പകർന്നു കൊടുക്കാനും സാധ്യമാകുന്ന കാര്യമാണ്. രണ്ടാമത്തത് കോൺഫിഡൻസ് അഥവാ ആത്മവിശ്വാസമാണ്. ഞായറാഴ്ച ദിവസം ജനിച്ചിട്ടുള്ള വ്യക്തികളിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറച്ചുകൂടി ആത്മവിശ്വാസം പ്രസരിക്കുന്ന ഒരു ഭാവം, മുഖഭാവമൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവരുടെ ബോഡി ലാംഗ്വേജ് നമ്മളൊന്ന് ചെക്ക് ചെയ്താൽ തന്നെ അറിയാം, എന്നെ കൊണ്ട് ഇത് കഴിയും, ഞാനിത് നേടിയെടുക്കും എന്നുള്ള രീതിയിലായിരിക്കും ഇവർ പലപ്പോഴും പെരുമാറുക. ചിലപ്പോൾ നമുക്ക് ഇവരെ ഒരു അഹങ്കാരിയായിട്ടോ മറ്റൊക്കെ തോന്നിയേക്കാം. കാര്യം ഇവരുടെ വാക്കുകളിൽ ഇച്ചിരി സ്ട്രെസ് ലെവൽ കൂടുതലായിരിക്കും. ഒരു കാര്യത്തെ ഉറച്ച് പറയുന്നതിന് ഒരു കഴിവ് ഇവർക്കുണ്ടായിരിക്കും. പക്ഷേ ഇവർ പറയുന്നത് അവരുടെ ആത്മവിശ്വാസം കൊണ്ടാണ്. അതായത് അവർ നേടിയെടുക്കാൻ ഒരു കാര്യത്തെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് എത്ര കഷ്ടപ്പെടാനും മടിക്കുകയില്ല. അതിൻ്റെ പിന്നിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ അത് കരഗതമാക്കുന്നത് വരെ ഇവർ പ്രയത്നിച്ചു കൊണ്ടിരിക്കും. അതാണ് ഈ ഞായറാഴ്ച ദിവസം ജനിച്ചവരുടെ അടുത്തൊരു പ്രത്യേകത. മൂന്നാമത്തത് മാന്യമായതും ബഹുമാനം സ്ഫുരിക്കുന്നതുമായിട്ടുള്ള പ്രകൃതം. അതായത് ഞായറാഴ്ച ദിവസം ജനിച്ചവരെ നമ്മളൊന്ന് ശ്രദ്ധിച്ചറിയാം, ഇവർ മറ്റുള്ളവരുടെ മുന്നിൽ നന്നായിട്ട് മാന്യമായിട്ട് നടക്കാൻ ശ്രമിക്കുന്നവരാണ്. അവരുടെ ഉള്ളിൽ എന്തോ ആവട്ടെ, പക്ഷേ പൊതുജനങ്ങൾക്കിടയിൽ തൻ്റെ പേര് കളങ്കപ്പെടുത്താൻ ഇവർ ഒരിക്കലും തയ്യാറാവുകയില്ല. മാത്രമല്ല, ഇവർ അങ്ങോട്ട് ബഹുമാനം കൊടുത്ത് ഇങ്ങോട്ട് ബഹുമാനം നേടിയെടുക്കാൻ ശ്രമിക്കുന്നവരുമാണ്.
പക്ഷേ അങ്ങോട്ട് ബഹുമാനം കൊടുത്തിട്ട് അവിടെ നിന്ന് തികച്ചും വിപരീതമായിട്ടുള്ള അനുഭവമാണ് ഇവർക്ക് കിട്ടുന്നതെങ്കിൽ പിന്നെ ആ വ്യക്തിയെ മൈൻഡ് ചെയ്യാൻ കൂടി ഇവർ തയ്യാറാവുകയില്ല. കാര്യം ഇവർക്കൊരു ആത്മാഭിമാന ബോധമുണ്ട്. ഇതിനെ പണയം വെച്ചിട്ട് ഇവർ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കില്ല. പോയെങ്കിൽ പോട്ടെ എന്നുള്ള രീതിയിലുള്ള ഒരു പ്രകൃതമായിരിക്കും ഇവരുടെ. പക്ഷേ ഇവരെ ആദരിക്കാൻ വേണ്ടി ധാരാളം പേരുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. കാര്യം ഇവരുടെ കഴിവ്, കാര്യപ്രാപ്തി ഇതെല്ലാം കണ്ടിട്ട് ഇവരോടൊപ്പം ചേർന്ന് നിന്ന് ഇവരെന്തെങ്കിലും കൊടുത്തത് കൊണ്ട് അവരെ പുകഴ്ത്താൻ നിൽക്കുന്നതല്ല, ഇവരുടെ പ്രകൃതത്തിലെ ഗുണം കൊണ്ട് ഇവരുടെ ആദരവ് പ്രകടിപ്പിക്കുന്ന ഒട്ടേറെ പേരുണ്ടായിരിക്കും എന്നുള്ളത് വാസ്തവമാണ്. ചിലപ്പം ചുറ്റുപാടുകളിൽ അസൂയാലുക്കളായിട്ടുള്ള ചില വ്യക്തികൾ ഇവർക്ക് വലിയ വിലയൊന്നും കൊടുത്തില്ലെങ്കിലും ഇവർ പുറം ലോകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇവരെ അംഗീകരിക്കാൻ ഒട്ടേറെ പേർ വരും എന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട. നാലാമത്തത് ലക്ഷ്യബോധം എന്നുള്ളതാണ്. ഒരു വ്യക്തിക്ക് വേണ്ടുന്നൊരു കാര്യമാണ് കൃത്യമായ ലക്ഷ്യബോധം. ഞായറാഴ്ച ദിവസം ജനിച്ചൊരു വ്യക്തിയാണെങ്കിൽ ആ ആളിന് ലക്ഷ്യബോധം നന്നേ ഉണ്ടായിരിക്കും. താൻ എത്തിച്ചേരേണ്ടുന്ന ഗോളുകളെ കുറിച്ച് ഇവർ കൃത്യമായിട്ട് തന്നെ പ്ലാൻ ചെയ്തു വയ്ക്കും. പക്ഷെ പലപ്പോഴും ഇവരുടെ ഒരു ബാല്യഘട്ടം, കൗമാരഘട്ടത്തിലൊക്കെ ഇവർ അത്രത്തോളം ഈ കാര്യത്തെക്കുറിച്ച് ബോധരായിരിക്കില്ല, ഇവർ അത്രത്തോളം ചിന്തിച്ചിരിക്കില്ല. പക്ഷെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇവർക്ക് ഇവരുടെ ജീവിതത്തിന്റെ വാല്യൂവിനെ കുറിച്ച് വ്യക്തമായ ബോധം വരികയും പെട്ടെന്ന് തന്നെ ഇവർ തങ്ങളുടെ ഗോളുകളെ സെറ്റ് ചെയ്യും, അച്ചീവ്മെന്റുകൾക്ക് വേണ്ടിയിട്ടുള്ള നിരന്തരമായ പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്യും. ഇത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. അഞ്ചാമത്തെ കാര്യം വേഗത്തിൽ തീരുമാനമെടുക്കാനുള്ള കഴിവ് എന്നുള്ളതാണ്. പലപ്പോഴും പല വ്യക്തികളും വേഗത്തിൽ തീരുമാനമെടുക്കും, പക്ഷെ അത് മറ്റുള്ളവയെക്കുറിച്ച് അധികം ചിന്തിക്കാതെ എടുക്കുന്ന തീരുമാനമായിരിക്കും. അതിനെ പലപ്പോഴും നമ്മൾ എടുത്തു ചാട്ടം എന്ന് പറയും. പെട്ടെന്ന് തീരുമാനിക്കുക, പെട്ടെന്ന് പ്രവർത്തിക്കുക. ചിലപ്പോൾ ചിലത് സക്സസ് ആയി എന്ന് വന്നേക്കും, എന്നാൽ മിക്കവാറും എല്ലാം ഇവരുടെ ഈ എടുത്തുചാട്ട മനോഭാവം കൊണ്ട് തന്നെ അത് പാളിച്ചകളിലേക്ക് ചെന്ന് വിടും. എന്നാൽ വേഗത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുന്നവരാണ് സൂര്യന്റെ ദിവസമായ ഞായറാഴ്ചയിൽ ജനിച്ചവർ. അവരുടെ തീരുമാനം വളരെ സ്പീഡിലായിരിക്കും, പക്ഷെ ചിന്തിച്ചിട്ടായിരിക്കും അവർ പ്രവർത്തിക്കുക. അല്ലാതെ ഇവിടെ ഒരു എടുത്തുചാട്ട മനോഭാവം ഇവർക്ക് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഇവർ അങ്ങനെ സ്പീഡിലെടുക്കുന്ന തീരുമാനങ്ങൾ പലതും സക്സസിൽ തന്നെയായിരിക്കും ചെന്ന് ചേരുക. പക്ഷെ ചില അവസരങ്ങളിൽ ഒരു തീരുമാനവും എടുക്കാതെ കുറച്ചു നേരം ഇവർ നിശബ്ദമായിട്ട് നിന്നേക്കാം. പലരും വിചാരിക്കും എന്തുകൊണ്ട് ഇവർ ഈ തീരുമാനം എടുക്കുന്നില്ല എന്നുള്ളത്. ഇവർക്കറിയാം, ഞാൻ ഒരു തീരുമാനം എടുത്താൽ സ്പീഡിൽ അത് നടപ്പിലാക്കും, പക്ഷേ ഇവിടെ കുറച്ചു നേരം ടൈം കൊടുത്തില്ലെങ്കിൽ ചില അബദ്ധങ്ങൾ സംഭവിച്ചേക്കാം. ഇത് ഇവരുടെ ഒരു തീരുമാനമാണ്, അത് മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ തീരുമാനമെടുക്കാനും അത് നടപ്പിൽ വരുത്താനുമുള്ള ആ കഴിവ് ഇവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കാറുണ്ട്. ആറാമത്തെ എന്ന് പറഞ്ഞാൽ ഗുഡ് ഹാർട്ട്, നല്ല വിശാലമായ ഹൃദയം എന്നുള്ളതാണ്. ഇവരിച്ചിരി ദേഷ്യക്കാരും മറ്റുമൊക്കെ ആണെന്ന് നമുക്കറിയാം, പക്ഷെ വളരെ വിശാലമായിട്ടുള്ള, വളരെ നിർമ്മലമായിട്ടുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമയായിരിക്കും ഇവർ. പ്രധാനമായിട്ടും അശരണരായിട്ടുള്ള ആൾക്കാരെ പിന്തള്ളിയിട്ട് ഇവർ പോവുകയില്ല. മാത്രമല്ല, ഏതെങ്കിലും ബലഹീനരായിട്ടുള്ള ആൾക്കാരെ അടിച്ചമർത്തി എന്തെങ്കിലും നേട്ടങ്ങൾ സമ്പാദിക്കണം എന്നുള്ളൊരു ചിന്തയും ഇവർക്ക് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ തനിക്ക് ചില നഷ്ടങ്ങൾ ഉണ്ടായാൽ പോലും ഇവർ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം കൂട്ടുനിൽക്കും, മറ്റുള്ളവയെ തള്ളിക്കളയുകയും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പേഴ്സൺ എന്നുള്ള നിലയിൽ നോക്കുകയാണെങ്കിൽ ഇവരെ നമുക്ക് ആ കാറ്റഗറിയിൽ പെടുത്താം. ഏഴാമത്തെ കാര്യം സ്വാഭിമാനം എന്നുള്ളതാണ്. എല്ലാ വ്യക്തികൾക്കും അഭിമാന ബോധമുണ്ട്. ഇവർക്ക് കുറച്ചുകൂടി കൂടിയൊരു അഭിമാന ബോധമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒരു അതിര് കടന്നുപോയാൽ അത് ദുരഭിമാനവുമായി മാറാറുണ്ട്. പക്ഷേ ഇവർ തങ്ങളുടെ അഭിമാന ബോധത്തിൽ ഉറച്ചിരിക്കും. തങ്ങൾക്ക് പരിഗണന കിട്ടാത്ത ഒരിടത്തും ഇവർ കടിച്ചു തൂങ്ങി നിൽക്കുകയൊന്നുമില്ല. ഇവരെ ആരെങ്കിലും ചുരുട്ടിക്കൂട്ടി ചവിട്ടിക്കൂട്ടി ഇടാം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് മിഥ്യാധാരണ മാത്രമാണ്. ഇവർ ഒരിക്കലും അതിലേക്ക് ഒതുങ്ങി കൊടുക്കുകയില്ല. മാത്രമല്ല, അത്തരക്കാരുടെ മുന്നിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് കടന്നുപോയിട്ട് അവരെക്കാൾ വളർന്നു കാണിക്കാനുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള കെൽപ്പും ഇവർ കാഴ്ചവെച്ചിരിക്കും. അതും ഇവരുടെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. എട്ടാമത്തെ കാര്യം അധികമായിട്ടുള്ള ഉത്തരവാദിത്വം എന്നുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഓവർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയാം. ഒരു തരത്തിൽ ഇത് ഗുണകരമാണ്, മറ്റൊരു തരത്തിലൊരു പ്രശ്നമാണ്. ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പല കാര്യങ്ങളും മറ്റുള്ളവർ ചിന്തിക്കുന്നതിന് മുമ്പേ അത് ചിന്തിക്കാനും
അത് പ്രവർത്തിക്കാനും ആ കാര്യങ്ങളെ ഉത്തരവാദിത്വത്തോടു കൂടി ഏറ്റെടുത്ത് നിർവഹിക്കാനും ശ്രമിക്കും, അതിൽ വിജയിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ ചില വ്യക്തികളുണ്ടല്ലോ, ഇവരുടെ ഈ പ്രകൃതം അറിഞ്ഞുകൊണ്ട് തങ്ങളുടെ ഉത്തരവാദിത്വം കൂടി ഇവരുടെ മുകളിലേക്ക് വെച്ചു കൊടുക്കും. കാര്യം എന്ത് കാര്യം ഇവരെങ്ങനെയിട്ട് ഏറ്റുവാങ്ങി ചുമലിൽ വെച്ചോളൂല്ലോ. അപ്പോൾ തൻ്റെ ഉത്തരവാദിത്വം കൂടെ ഒന്ന് മയത്തിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ കയറി ഏറ്റെടുക്കും, ഇവർ പ്രവർത്തിച്ച് തനിക്കുള്ള കാര്യങ്ങൾ ഓക്കെ ആക്കി തരും എന്നുള്ളത് കൊണ്ട് ഒരു ലൈറ്റ് സൈഡിലേക്ക് ഒതുങ്ങുന്നവരെ ഇവർ പലപ്പോഴും തിരിച്ചറിയുകയില്ല. അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്വം എടുത്ത് തോളിൽ വെച്ചിട്ട് ഇവർ ചില സമയത്തൊക്കെ കുഴങ്ങിപ്പോകാറും തളർന്നു പോകാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വങ്ങൾ എടുക്കുന്നത് കൊള്ളാം, അത് നമ്മുടെ കടമ എന്നുള്ള ഉത്തരവാദിത്വങ്ങളായിരിക്കണം. അല്ലാതെ മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഉത്തരവാദിത്വം കൂടെ നിങ്ങൾ കയറി ഏറ്റെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ കുറച്ചധികം നഷ്ടങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നേക്കും. അത് മനസ്സിലാക്കുക. 9ാമത്തെ കാര്യം ആകർഷകമായിട്ടുള്ള സംസാര ശൈലി എന്നുള്ളതാണ്. ഞായറാഴ്ച ദിവസം ജനിച്ച വ്യക്തികളിൽ ഒരു പ്രത്യേകതരം സംസാര രീതി തന്നെ ഉണ്ടായിരിക്കും. മറ്റുള്ളവരെ പ്ലീസ് ചെയ്ത് മറ്റുള്ളവർക്ക് ഇടം കൊടുത്ത് സംസാരിക്കുന്ന ഒരു ശൈലി. പക്ഷേ ഒരു പ്രകോപനം വന്നു പോയതെല്ലാം പോയി. കാര്യം ഇവരുടെ ഉള്ളിലെ ആ രാജഭാവം അങ്ങോട്ട് പുറത്തേക്ക് വരും. അനുസരിപ്പിച്ചും ആജ്ഞാപിച്ചും ഒക്കെ ഇവർ മറ്റുള്ളവരെ നിലയ്ക്കുയർത്താൻ ശ്രമിച്ചേക്കും. പക്ഷേ അല്ലാതെയുള്ള സംസാര വേളകളിലെല്ലാം ഇവർ വളരെ പക്വതയും കുലീനത്വവും പ്രദർശിപ്പിക്കും. മറ്റുള്ളവരുടെ ഹൃദയത്തിനെ അധികം മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇവർ പറയുകയില്ല. ചില അവസരങ്ങളിൽ തൻ്റെ പെയിൻ പുറത്ത് കാണിക്കാതെ മറ്റുള്ളവരെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു പ്രകൃതവും കൂടെ ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുമായിട്ട് ഇടപഴകുന്നവർക്കെല്ലാം ഇവരൊരു ഹൃദയാനുഭവമായിരിക്കും സമ്മാനിക്കുക എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. 10ാമത്തെ കാര്യം കുറച്ച് ഈഗോയിസ്റ്റിക് മനോഭാവം. കാര്യങ്ങളെല്ലാം നല്ലതൊക്കെ തന്നെയാണ്, പക്ഷേ ഇവരുടെ ഉള്ളിൽ ചെറിയൊരു ഈഗോ അടപ്പുണ്ട്. തൻ്റെ മുകളിലേക്ക് ആരെങ്കിലും വളർന്നു പോകുമ്പോൾ എവിടെയോ ഒരു അസ്വസ്ഥത ഇവർക്ക് വന്നു ചേരാറുണ്ട്. മാത്രമല്ല ഇവർ ഒരു തീരുമാനം ഉള്ളിൽ എടുത്തു വച്ചു കഴിഞ്ഞാൽ ഞാൻ തീരുമാനിച്ചതാണ് ശരി, ഞാൻ പറയുന്നതാണ് ശരി എന്നുള്ള മട്ടിൽ ചിലപ്പോൾ മറ്റുള്ളവർക്ക് പറഞ്ഞേക്കും. ചില അവസരങ്ങളിൽ ഞാൻ എടുത്ത തീരുമാനം തെറ്റാണെന്ന് അവർക്ക് തോന്നലുണ്ടായാൽ പോലും അവരുടെ ആ ഈഗോ മെൻറ്റാലിറ്റി അത് അംഗീകരിച്ചു കൊടുക്കില്ല. മാത്രമല്ല നല്ലത് പറഞ്ഞു തന്ന ആളിൻ്റെ അടുത്ത് കയർക്കുകയും ചെയ്യും. പിന്നീടൊരു സ്വഭാവം കേട്ടാ, കുറേ കാലം കഴിഞ്ഞിട്ട് ആ സമയം എല്ലാ സന്ദർഭവും മാറിയിട്ട് മറ്റേയാൾ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞ കാര്യം ഇവർ ചെയ്യുകയും ചെയ്യും. പക്ഷെ ആ ടൈമിൽ ഇവരൊരിക്കലും വിട്ടുകൊടുക്കില്ല, ഞാൻ പറഞ്ഞതാണ് ശരി, എൻ്റെ വഴിയാണ് ശരി എന്നുള്ളത്. പക്ഷേ ശരിയായ പാത തിരിച്ചറിഞ്ഞിട്ടും ഈ പിടിവാശി വെച്ചുകൊണ്ടിരിക്കുമല്ലോ, എൻ്റേതാണ് ശരി എന്നുള്ള മട്ടിൽ. അങ്ങനെയുള്ളവർ ചില കുഴപ്പങ്ങളിൽ ചെന്ന് ചാടാം. ധനപരമായിട്ടും സമയപരമായിട്ടും കുറച്ച് നഷ്ടങ്ങൾ ഇവർക്ക് വന്നു കൂടാറുണ്ട്. നമ്മളൊന്ന് കൺട്രോൾ ചെയ്യേണ്ടതാണ് ഈ ഈഗോ. ഇല്ലെങ്കിൽ ഞായറാഴ്ച ജനിച്ചവർ കുറച്ച് പ്രശ്നങ്ങൾ ചാടാവുന്ന ഒരു കണ്ടീഷനും ഇവിടെയുണ്ട്. 11ാമത്തെ കാര്യം പ്രശസ്തിക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹം. മനുഷ്യരിൽ മിക്കവാറും എല്ലാവരും പ്രശസ്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. ഒരു കുഞ്ഞുകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടുന്ന അത് അതിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളിലെല്ലാം താൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം മറ്റുള്ളവർ നോക്കണമെന്നും തന്നെ നോക്കി ചിരിക്കണമെന്നും തന്നെ കൊഞ്ചിക്കണമെന്നൊക്കെയുള്ള ആഗ്രഹത്തിൽ വളരുന്ന ഓരോരുത്തരുമാണ് നമ്മൾ. പിന്നെ കുറേ കാലം കഴിയുമ്പോൾ മനുഷ്യൻ്റെ പ്രകൃതം മാറും. ചിലർക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലണമെന്നും ചിലർക്ക് ഉള്ളടഞ്ഞ് നിൽക്കണമെന്നൊക്കെ ആയിരിക്കും ആഗ്രഹം. പക്ഷെ ഞായറാഴ്ച ദിവസം ജനിച്ചവരെല്ലാം തങ്ങൾക്ക് ഇച്ചിരി പ്രശസ്തനാകണം എന്ന ആഗ്രഹമുള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ തങ്ങളുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ, കായികപരമായിട്ടുള്ള കഴിവുകൾ, പൊതു ഇടങ്ങളിൽ തനിക്ക് ശോഭിക്കാൻ പറ്റുന്ന അവസരങ്ങൾ ഇതെല്ലാം മുതലാക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ തിളങ്ങാനും അതുപോലെ തന്നെ എഴുത്ത്, സാഹിത്യം, സ്പോർട്സ് അങ്ങനെയുള്ള മേഖലയിലൊക്കെ വളരെ ഗുണപ്രദമായിട്ടുള്ള സംഭാവനകൾ കൊടുക്കാനും ഇവർക്ക് സാധിക്കുന്നതാണ്. 12ാമത്തെ കാര്യം ക്രിയേറ്റീവ് തിങ്കിങ് എന്നുള്ളതാണ്. അതായത് പുതിയ ഭാവനകളുടെ ലോകം എന്ന് വേണമെങ്കിൽ നമുക്കിത് പറയാം. അതായത് ഇവർക്ക് ഒരുപാട് ഐഡിയകളുണ്ട്. ഈ ഐഡിയകൾ ഇവർക്ക് പ്രാവർത്തികമാക്കാൻ പല വഴികളും ഇവർ തന്നെ കണ്ടുപിടിച്ച് എടുക്കും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ ചെയ്തതിൻ്റെ പിന്തുടർച്ചക്കാരാകാതെ തൻ്റേതായ സ്വതന്ത്രമായിട്ടുള്ള ഐഡിയ എന്ന ചില കാര്യങ്ങൾ ഉരുത്തിരിക്കുകയും പിന്നീട് അവരുടെ ജീവിതത്തിൻ്റെ വില നിലവാരം ഉയർത്താൻ വേണ്ടുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത. 13ാമത്തെ കാര്യം സുരക്ഷിതത്വ ബോധം എന്നുള്ളതാണ്. അതായത് തൻ്റെ കൂടെ ഉള്ള ആൾക്കാരെ സംരക്ഷിക്കാൻ ഇവർക്ക് പ്രത്യേകം കഴിവാണ്. തന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെ അവരുടെ ദുഃഖത്തിൽ ഇവർ ഒരു
പങ്കുകാരനാവും. മാത്രമല്ല അവർക്കൊരു പ്രയാസം വന്നു കൂടുകയാണെങ്കിൽ ഇവർ കൂടെ നിന്ന് അവരെ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിനകത്തും സുഹൃത്ത് ബന്ധങ്ങൾക്കിടയിലും ഇത്തരക്കാരുടെ സേവനം വളരെ വലുതായിരിക്കും. അവർക്കെല്ലാം ഈ വ്യക്തി പ്രിയപ്പെട്ട ഒരാളുമായിരിക്കും. 14-ാമത്തെ കാര്യം ജീവിതത്തിന്റെ ഉയർച്ചയും താഴ്ചയും എന്നുള്ളതാണ്. അതായത് ഈ ഞായറാഴ്ച ദിവസം ജനിച്ച വ്യക്തികളുടെ ജീവിതത്തിൽ കുറേ കാലം ഒരു സമാന്തരമായിട്ടുള്ള രീതിയിലുള്ള ഒരു പോക്കായിരിക്കും. പിന്നീട് നല്ലൊരു ഹൈറ്റിലേക്ക് പോകും. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അവർ ചെറിയ തോതിലുള്ള ചില അഹങ്കാരങ്ങളും ചില കാര്യങ്ങളൊക്കെ കാണിച്ച് പെട്ടെന്നൊരു ഡൗൺഫോൾ, താഴേക്ക് വരുന്ന ഒരു പ്രകൃതം ഉണ്ടാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഒരു ഉയർച്ച ഉണ്ടാവും, പിന്നീട് അവിടെ ചെന്ന് കുറച്ച് കാലം അവർ ശ്രദ്ധയില്ലാത്ത ചില പെരുമാറ്റങ്ങൾ നടത്തും, പിന്നീട് താഴേക്ക് വരും. ഈ താഴേക്ക് വരുമ്പം കുറച്ച് ദിവസം ഇവർ ആകെ കൂടി അങ്കലാപ്പിലായിപ്പോവും. പക്ഷേ ഏതൊരു ഘട്ടത്തിൽ നിന്ന് തിരിച്ചു കയറാനുള്ള കരുത്തുള്ള മനസ്ഥിതി ഇവർക്കുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ കീഴെ പോന്ന് ഇനി എത്രത്തോളം അഗാധതയിലേക്ക് പതിച്ചു കഴിഞ്ഞാലും അവിടെ നിന്ന് റിട്ടേൺ ചെയ്ത് തൻ്റെ പഴയ പൊസിഷനിലേക്ക് ഉയരാനുള്ള ഒരു ശേഷി ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞായറാഴ്ച ദിവസം ജനിച്ച ഒരാൾ തോറ്റുപോയി എന്ന് പറഞ്ഞ് നമുക്ക് എഴുതി തള്ളാൻ പറ്റില്ല. അവർ ഏത് നിമിഷം വേണമെങ്കിലും റീബൗണ്ട് ചെയ്ത് അവരുടെ ആ കഴിവിനെ പ്രദർശിപ്പിച്ച് അവർ മുന്നോട്ട് വന്ന് പഴയ സ്ഥാനമോ അതിനേക്കാൾ ഉയർന്ന ഒരു സ്ഥാനത്തേക്കോ മടങ്ങിയെത്താനുള്ള സാധ്യത 99% ഉണ്ട് എന്നുള്ളതാണ്. 15-ാമത്തെ കാര്യം സ്പിരിച്വാലിറ്റി എന്നുള്ളതാണ്. ആത്മവിശ്വാസമുണ്ട്. ചിലപ്പോൾ പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങളെ തച്ചുടയ്ക്കുന്ന പ്രകൃതം ഉണ്ടാവും. ഒരു തരത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ നിരീശ്വരവാദം പോലും ഇടയ്ക്കൊക്കെ പ്രത്യക്ഷപ്പെട്ടിരിക്കും. പക്ഷേ മറ്റാർക്കും മനസ്സിലാക്കാത്ത തരത്തിലുള്ള ഒരു നിഗൂഢമായിട്ടുള്ള ഒരു സ്പിരിച്വാലിറ്റി പലരുടെ ഉള്ളിലുണ്ടായിരിക്കും. ഈശ്വരവിശ്വാസമുള്ള ധാരാളം പേർ ഞായറാഴ്ച ദിവസം ജനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറഞ്ഞ പക്ഷം ഈശ്വരവിശ്വാസമില്ലാത്ത ആൾക്കാരും ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഈ കുറഞ്ഞ പക്ഷത്തിൽ ഈശ്വരവിശ്വാസം ഇല്ലാത്തവരിൽ നമ്മൾക്ക് അറിഞ്ഞുകൂടാത്തൊരു പ്രകൃതി ആരാധന പോലെ ഒരു പ്രത്യേകതരം, ഈ സൂര്യൻ എന്ന് പറഞ്ഞ പ്രകൃതി ദേവനാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാപഞ്ചികമായിട്ടുള്ള ഊർജങ്ങളിലുള്ള ഒരു വിശ്വാസം ഉണ്ടായിരിക്കും. അതുവഴിക്കായിരിക്കും അവർ ദേവതാ സങ്കല്പത്തിലേക്ക് കടക്കുക. അത് ഇവർക്ക് മറ്റുള്ളവരെക്കാൾ പ്രത്യേകത നിറഞ്ഞ ഒരു സ്പിരിച്വൽ വേ തുറന്നു കൊടുക്കും. ഇവരുടെ ആത്മീയമായിട്ടുള്ള ഉണർവും ആന്തരികമായിട്ടുള്ള ശക്തിയും വർദ്ധിപ്പിക്കാൻ ഇത് കാരണമാകും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഞായറാഴ്ച ദിവസം ജനിച്ച ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഞായറാഴ്ച ദിവസം ജനിച്ചൊരു വ്യക്തി ഉണ്ടെങ്കിൽ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിൽ ഞായറാഴ്ച ദിവസം ജനിച്ചൊരു വ്യക്തി ഉണ്ടെങ്കിൽ, നിങ്ങളിതൊന്ന് താരതമ്യം ചെയ്തു നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഞായറാഴ്ച ദിവസം ജനിച്ച ഒരു വ്യക്തിയെ നിങ്ങളിത് കേൾപ്പിച്ചു കൊടുക്കുക. ഇത് കറക്റ്റാണോ എന്ന് ചോദിച്ചു നോക്കുക. അവർ ഇതിൽ 90% ഓക്കെ ആണെന്ന് പറയും. പിന്നെ ഒരു 10% അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അത് ആർജിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അതായത് ഈ പറഞ്ഞ ഒരു 10-12 കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടായിരിക്കും. 2, 3, 4 ഒക്കെ ചിലപ്പോൾ ഇല്ലാതായിരിക്കും. അവ ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവയായിരിക്കും. അപ്പോൾ ഞായറാഴ്ച ജനിച്ച എല്ലാ മാന്യ വ്യക്തികളും ഇതിൻ്റെ കീഴെ നിങ്ങൾക്ക് അനുഭവവേദ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ കീഴെ കുറിച്ചിട്ടാൽ വളരെ നന്നായിരിക്കും. മറ്റുള്ളവർക്കും അത് പ്രചോദനപ്രദമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ഇത് പൂജാവശ്യത്തിന് വേണ്ടിയിട്ട് അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടുമാണ് നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ അഡ്മിൻ നിങ്ങൾക്കൊരു മാർഗനിർദ്ദേശം അയച്ചേൽക്കുന്നതാണ്. ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ഗുണപ്രദമായിട്ടുള്ള കാര്യമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.